എന്താ വേദന, എന്തിനാ തല്ലിയേ? എൻ്റെ ഒരു അണപ്പല്ലങ്ങ് പോയല്ലേ. അയ്യോ അങ്ങനെ നോക്കല്ലേ എൻ്റെ പൊന്നെ, എൻ്റെ കൺട്രോള് പോവും. പിന്നെ ഞാൻ നിന്നെ അല്ലാണ്ട് വേറെ ആരെ അടി കയറി പിടിക്കുന്നേ? തനിക്ക് നാളെ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ പറയാനായിട്ട്. തന്നോടാരാ ഇങ്ങോട്ട് വരാൻ വരുന്നത്? തന്നെ എനിക്ക് കാണണ്ട, ഇപ്പൊ തന്നെ ഇവിടെ നോക്കണം. ചേട്ടാ, ഇതവിടുത്തെ ന്യായം. ഞാൻ കഴിഞ്ഞ 8-9 വർഷമായിട്ട് നിന്നെയും തപ്പി നടന്നേച്ചിട്ട് കണ്ടുപിടിച്ച് വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പോകാനാ അമ്പടി വിളിച്ചു ഇപ്പോൾ പോയതുവാ. പിന്നെ എൻ്റെ 2 മക്കളെ നീ എൻ്റെ അടുത്ത് വിളിപ്പിച്ചില്ലേ, അതെന്തിനാണെന്ന് എനിക്കൊന്ന് അറിയണം. അതറിയാനൊന്നുമില്ല. താരനോട് ചെയ്ത ചതി ഓർത്തപ്പോഴത്തേക്കും തന്നോട് എനിക്ക് ക്ഷമിക്കാനും തോന്നിയില്ല, ഇങ്ങനെ 2 മക്കളുള്ള കാര്യം തന്നോട് പറയാനും തോന്നിയില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ അത് സംസാരിച്ചുകൊണ്ടിരിക്കാനൊന്നും എനിക്ക് സമയമില്ല. എനിക്ക് വേറെ കാര്യത്തിൽ പോകാനുണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ പോകാൻ നോക്കും. ചതിയോ? അതും ഞാനോ? നിനക്കറിയാലോ അന്ന് നടന്ന സംഭവങ്ങളൊക്കെ. നീ ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെ എങ്ങനെ പെരുമാറുന്നതെന്ന് എനിക്ക് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് നീ ആ കാര്യത്തിലൊന്നും എന്നെ കുറ്റപ്പെടുത്തുകയൊന്നും ചെയ്യണ്ട. ആ ശരിയാ, തൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ കുറേ ന്യായങ്ങളുണ്ട്. എന്താ പറയുക, താൻ എൻ്റെ ജീവനെ രക്ഷിക്കാൻ വേണ്ടിയാണ് അങ്ങനെയൊക്കെ ചെയ്തത്, തൻ്റെ സംരക്ഷണത്തെ ഓർത്താണ് താൻ എന്നെ അവിടെ നിന്ന് മാറ്റി നിർത്തിയത് എന്നും പറഞ്ഞ് അതൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്ക് മനസ്സിലാകുമായിരുന്നല്ലോ. എന്തിനാ വെറുതെ മറ്റൊരാളുമായിട്ട് ഇഷ്ടത്തിലാണെന്നും പറഞ്ഞുകൊണ്ട് എന്നെ അവിടെ കിടന്ന് നാണം കെടുത്തിയത്? ഞാനൊന്ന് കരഞ്ഞതിന് വല്ല കയ്യും കണക്കുള്ളതായിട്ട് എനിക്ക് ഓർമ്മയുണ്ടോ? അല്ല, അതൊക്കെ ഓർക്കാൻ എനിക്ക് എവിടെയല്ല സമയം. പിന്നെ താൻ ഇത്ര നാൾക്കിടയിൽ എപ്പോഴെങ്കിലും ഞങ്ങളെ അന്വേഷിച്ച് വന്നിട്ടുണ്ടോ? അല്ല, ഞങ്ങൾ എവിടെയാണെന്ന് അറിയുമെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് താൻ ഇവിടെ കിടന്ന് ന്യായം പറയാതെ ഒന്ന് പോകാമോ? എനിക്ക് വേറെ പണിയുണ്ട്. എന്ത് ജോലി? ഒരു ജോലിയില്ല ഇപ്പം നിനക്ക്. നീ ചുമ്മാ എൻ്റെ അടുത്തുനിന്ന് മാറി നിൽക്കാൻ ഒരു അടവ് പറയുന്നത് എനിക്കത് മനസ്സിലാവും. അല്ലെങ്കിലും നിന്നെ ഇന്നും ഇന്നലെ കാണാൻ തുടങ്ങിയൊന്നും അല്ലല്ലോ ഞാൻ. രുദ്ര, നീ മാറി നിന്ന് എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഒന്ന് എൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയത് പോരെ, ഇനി നിനക്ക് എന്തെങ്കിലും ചോദിച്ചു വാങ്ങണോ? അങ്ങോട്ട് മാറി നിൽക്കാം അങ്ങോട്ട്. പേടിച്ചിട്ടൊന്നുമല്ല, പിന്നെ എൻ്റെ അടുത്തണപ്പിലും കൂടെ പോകണ്ടല്ലോ എന്നുള്ളൊരു ഇത് കാരണം മാത്രമായി നിൽക്കുന്ന. പിന്നെ നീ ഇനിയിപ്പോൾ എന്നെ എത്ര പ്രാവശ്യം തല്ലിയാലും നിൻ്റെ അടുത്തുനിന്ന് ഞാൻ പോകുന്നു നീ പ്രതീക്ഷിക്കുകയേ വേണ്ട. ചേട്ടാ, ഇതിപ്പോ വലിയ കഷ്ടായല്ലോ. തനിക്ക് എന്താണോ വേണ്ടേ? ഒന്ന് പോയിക്കൂടെ? നോമിന് പോകാൻ പറ്റില്ല സൂര്യേ. സൂര്യേ, എൻ്റെ സൂര്യ, പ്ലീസ് എന്നോട് ഒന്ന് ക്ഷമിക്കണേ. ഞാൻ എത്ര നാളായിട്ട് നിന്നെ തപ്പി നടക്കുവാണെന്നറിയാമോ? ഇപ്പോൾ കിട്ടിയപ്പോൾ എനിക്ക് എന്ത് സന്തോഷമാണെന്നറിയാമോ? നീ എന്നോട് ക്ഷമിക്കത്തില്ലെന്ന് മാത്രം പറയാതെ. പിന്നെ മക്കളെ അത് ഞാൻ എങ്ങനെയെങ്കിലും ശരിയാക്കി എടുത്തോളാം. പ്ലീസ് എടി ഒന്ന് ക്ഷമിക്കുക, വേണം ഞാൻ എൻ്റെ കാല് പിടിക്കാം. എടാ രുദ്ര, എനിക്കൊരു സംശയം. ഈ കാല് പിടിക്കുന്നത് നിന്റെ ദേഷ്യം വല്ല പ്രശ്നമാണോ? നമുക്കൊരു കാര്യം ചെയ്യാം, അതങ്ങ് മാറ്റി പിടിച്ചിട്ട് കൈക്ക് കയറി പിടിക്കാം. അതാകുമ്പോൾ കുറച്ചുകൂടെ വെറൈറ്റി ആയിരിക്കും. ഇതേ റൈറ്ററാണ് കോപ്പാണെന്നൊന്നും ഞാൻ നോക്കിയേരാ. നിന്നെ ചവിട്ടി വല്ല കിണറ്റിലും താക്കും. നീ പറഞ്ഞതും പ്രകാരം ഞാൻ കൈക്കേറി പിടിച്ചതിൻ്റെ കർണ അടിച്ച് പൊട്ടിച്ചതും പോരാന്ന് വെച്ചിട്ട് നീ പഠിത്തതും കൂടെ നീ പോകണേ അങ്ങോട്ട്. പിന്നെ നിന്റെ വാക്ക് കേട്ട് ചെയ്യുന്നതും പഴയ ചാക്കെടുത്ത് പൊക്കുന്നതും ഒരേ കണക്കാണ്. അതുകൊണ്ട് നീ ഇനി ഒന്നും മിണ്ടണ്ട. കുറച്ച് ഐഡിയകൾ ഞാൻ സ്വന്തമായിട്ട് എടുത്തിട്ടോ. കാല് പിടിക്കാന്നല്ലേ ഉള്ളൂ, അതങ്ങ് പിടിക്കാം. മിക്കതിനകത്ത് ഞാൻ കാല് പിടിച്ചിട്ടുണ്ട്, അതൊന്നും നോക്കണ്ട. എന്നാലും ഇതിലും കൂടെ ഒന്ന് കാല് പിടിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു കുറച്ചുമില്ല. അതുകൊണ്ട് നീ ഒന്ന് പോകാം. ഓ, ഐഡിയ പറഞ്ഞു കൊടുത്ത് എന്നെ വേണം തല്ലാനായിട്ട്. ഞാൻ ഇനി നിനക്ക് ഒരു ഐഡിയയും പറഞ്ഞു തരുന്നില്ല. ഞാൻ പോവാം, ബൈ. ദേ രുദ്ര, പാവ എൻ്റെ കൊച്ച്, അതിനെ നീ ഇവിടെ ഓടിച്ചില്ലേ? അത് പറഞ്ഞാൽ എന്നെ തെറ്റിരിക്കുന്നത്. നീ എല്ലാത്തിനകത്തും കാല് പിടിക്കലല്ലേ പരിപാടി. പിന്നെ കാലൊന്നും പിടിക്കണ്ട, ഞാൻ ക്ഷമിച്ചു നിന്റെ അടുത്ത്. ശരിക്കും നിന്നോട് ക്ഷമിച്ചോ? എന്താ ഇവിടെ ഒരു ഇത്? എൻ്റെ മമ്മേനെ എന്നാ ചെയ്യുന്നേ? അങ്ങോട്ട് മാറി നിൽക്കടോ. താൻ ആരാ എൻ്റെ മമ്മേനെ കയറി പിടിക്കാനായിട്ട്? ആദ്യം ഞങ്ങളുടെ പപ്പയാന്ന് പറഞ്ഞു, ഇപ്പം ഞങ്ങളുടെ മമ്മേനെ കയറി പിടിച്ചിരിക്കുന്നു. തന്നെ ഞങ്ങൾ ശരിയാക്കും. എടാപ്പു, നിനക്കറിയാലോ, നീ പറയുന്നതിന് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും എനിക്ക് ഒന്നുമില്ല. അതുകൊണ്ട് നീ ഇപ്പം പറയുവാണെങ്കിൽ ഈ പപ്പയാന്ന് പറഞ്ഞു കൊണ്ട് നിൽക്കുന്ന ആളുടെ കാലും കൈയും നമുക്കങ്ങ് തല്ലി ഓടിക്കാം. നേരെ ആ തലയും കൂടെ അങ്ങ് തല്ലി പൊട്ടിക്കാം. നീ പറയുന്ന പോലെയാ. നീ ഇപ്പം പറഞ്ഞ ആളുടെ കാലും കൈയും തല്ലി ഓടിക്കും. എടാ ഏട്ടാ, നീ അങ്ങ് പറ, ഞാനങ്ങ് ചെയ്യാം. എടാ മക്കളെ, അങ്ങനെയൊന്നും പറഞ്ഞൂടാ. അത് നിങ്ങളുടെ പപ്പയാ. മുതിർന്നവരോട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കേണ്ടത്? സംസാരിക്കേണ്ട രീതിയിൽ സംസാരിക്കും പിള്ളേരെ. അതിന് താൻ ഏതാടോ കൊരങ്ങ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാനായിട്ട്? അല്ല, ഇതുങ്ങളെ രണ്ടിനെയും കാണാൻ നിന്നെ പോലെ ആയിരിക്കുന്നത്. അപ്പം നിന്റെ സ്വഭാവമല്ലേ വരേണ്ടത്? ഇതുങ്ങൾക്ക് ഇത് ആരുടെ സ്വഭാവമായി കിട്ടിയിരിക്കുന്നത്? ഹലോ, ആ യാ, ആ ഫയൽ വെക്കാൻ പറ്റിയല്ലേ? ഓ, എനിക്ക് ആ പന്നിയുടെ മോനോട് പറഞ്ഞേക്കാം, ഫയൽ കൃത്യസമയത്ത് എൻ്റെ മേശപ്പുറത്ത് എത്തിയില്ലെങ്കിൽ അവൻ്റെ തലയും കാലും വരിഞ്ഞ് ഞാൻ ഉപ്പിലിടുമെന്ന്. അവൻ അറിയത്തില്ല ഈ സൂര്യ ആരാണെന്ന്. ഞാൻ ആരാണെന്നൊന്ന് പറഞ്ഞു കൊടുത്തേക്ക് അവന്. ഓക്കെ, then I call you later.
അപ്പൊ എനിക്ക് തെറ്റിയതാ. ഇതെന്റെ സ്വഭാവമല്ല, എൻ്റെ ഭാര്യയുടെ സ്വഭാവ. പറഞ്ഞിട്ട് കാര്യമില്ല, മത്തം കുത്തിയ കൊമ്പളം മുളയ്ക്കുമല്ലേ. ആരാന്ന് വെച്ചാൽ കേറിപ്പോയി, ഡോർ ലോക്കല്ല. എന്നെ മറന്നോ എല്ലാരും? കൂടെ എന്നെയും. You're such a fucking hoe. I love it. I know you like it more. I love it. I'll fuck you around. I love it. Promise she's a whore. You're such a fucking hoe. I love it. ദൈവമേ, ഐശ്വര്യന്റെ ബോയ് ഫ്രണ്ട് വന്നാ ഇവിടെ. എനിക്ക് വേണ്ടി ഒരു പെട്ടി ഇപ്പൊ തന്നെ ഓർഡർ ചെയ്യേണ്ടി വരും. പ്രശ്നങ്ങൾക്കൊന്ന് തീർന്നു വന്നതായിരുന്നു, താണ്ടെ അടുത്ത പ്രശ്നം വീണ്ടും വന്ന് കയറി. അല്ലേലും യോഗില്ലേ അമ്മിണിയേ.